വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. കടൽ തീരത്ത് വെച്ച് യേശു തമ്പുരാൻ വീണ്ടും പഠിപ്പിക്കുവാൻ തുടങ്ങി. വളരെ വലിയ ജനാവലി അവന് ചുറ്റും കൂടി. അതിനാൽ കടലിൽ കിടന്നൊരു വഞ്ചിയിൽ അവൻ കയറിയിരുന്നു. ജനങ്ങളെല്ലാം കരയിൽ കടലിനഭിമുഖമായി നിന്നു. അവൻ ഉപമകൾ വഴി പല കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു. അവരെ ഉപദേശിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, കേൾക്കുവീൻ, ഒരു വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതച്ചപ്പോൾ വിത്തുകളിൽ ചിലത് വഴിയരികിൽ വീണു. പക്ഷികൾ വന്നവ തിന്നുകളഞ്ഞു. മറ്റു ചിലത് മണ്ണ് അധികമില്ലാത്ത പാറപ്പുറത്ത് വീണു. മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി. സൂര്യൻ ഉദിച്ചപ്പോൾ അത് വെയിലേറ്റു വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു. വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ വളർന്നു അതിനെ ഞെരുക്കിക്കളഞ്ഞു. അത് ഫലം പുറപ്പെടുവിച്ചില്ല. ശേഷിച്ച വിത്തുകൾ നല്ല മണ്ണിൽ പതിച്ചു. അവ തഴച്ചു വളർന്നു. 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം വിളവിച്ചു. അവൻ പറഞ്ഞു, കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെയും, ഇന്ന് ജൂലൈ മാസം 19-ാം തീയതി ഞായറാഴ്ച, പെന്തക്കോസ്തിക്ക് ശേഷമുള്ള 8-ാം ഞായറാഴ്ചയാണ്. ഇവിടെ ചിന്തയ്ക്ക് സഭ നൽകിയിരിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളാണ്. ഞാൻ 9 വാക്യങ്ങളെ വായിച്ചുള്ളൂ. അതിൻ്റെ കാരണം ഉപമയുടെ ഉദ്ദേശവും ഉപമയുടെ വിശദീകരണവുമാണ് 2-ാം ഭാഗം. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഭാഗമാണ് വിതക്കാരൻ്റെ ഉപമ. ഇസ്രായേലിലെ കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന ഒരു ഉപമയാണ് വിതക്കാരൻ്റെ ഉപമ. കാരണം അവിടെ ഈ വിതക്കാരൻ സർവ്വസാധാരണമാണ്. ഇവിടെ കൊച്ചു കേരളത്തിൽ നമുക്ക് വിതക്കാരെക്കുറിച്ച് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്, വിത്ത് വിതയ്ക്കും മുമ്പ് നാം നമ്മുടെ വയലുകൾ ഭംഗിയായിട്ട് ഒരുക്കിയെടുക്കും. എന്നാൽ അവിടെ പലപ്പോഴും വലിയ ഒരുക്കൽ നടക്കത്തില്ല. വിത്തുകൾ കൊണ്ടുവന്ന് വാരി വിതറും. ഈ വാരി വിതറുന്ന കൂട്ടത്തിൽ നടക്കുന്ന 4 സംഭവവികാസങ്ങളാണ് യേശു കർത്താവ് ഇവിടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കുറേ വിത്ത് കൊണ്ടിരുന്ന വഴിയിൽ തന്നെ വഴിയോരത്ത് വീണു പോകും, വഴിയോരത്ത് വീഴും. കുറേ വിത്തുകൾ മുള്ളുകളിടയിൽ വീഴും, ഒരുക്കപ്പെടാത്ത സ്ഥലങ്ങളിൽ. അവിടെ ഒരുപാട് പാറക്കെട്ടുകളൊക്കെ ഉണ്ട്. കുറേ വിത്തുകൾ പാറകൾക്കിടയിൽ വീഴും. കുറേ വിത്തുകൾ നല്ല സ്ഥലത്ത് വീഴും. അങ്ങനെ വിതക്കാരൻ്റെ ഉപമയിൽ 4 സ്ഥലത്തെക്കുറിച്ച് കർത്താവ് പ്രതിപാദിക്കുന്നു. ഇത് നാം മനസ്സിലാക്കേണ്ടത്, കർത്താവ് ഉപമ പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു സ്ഥലത്തെക്കുറിച്ചല്ല, മനുഷ്യരെക്കുറിച്ചാണ്. 4 തരത്തിലുള്ള മനുഷ്യരെ കർത്താവിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. വിതയ്ക്കുന്ന വിത്ത് വചനമായിട്ട് കർത്താവിയുടെ വിശദീകരണം നൽകുന്നത്. വിതക്കാരൻ വിതച്ചു, വിത്ത് വാരി വിതച്ചു, വചനം വിതച്ചു. 4 സൈസിലാണ് മനുഷ്യരത് സ്വീകരിക്കുന്നത്. എങ്ങനെയാണ്? ആ 4 കൂട്ടരിൽ ഒരു കൂട്ടര് വഴിയോരം പോലെയാണ്. അവരുടെ ഹൃദയങ്ങളെ, മനസ്സുകളൊക്കെ തുറന്നു കിടക്കുകയാണ്. അടച്ചുകെട്ടുകളില്ല. വചനം കേൾക്കാൻ വലിയ താല്പര്യം. അബദ്ധത്തിൽ വീണതാണ് വിത്ത് അവിടെ. പക്ഷേ വിത്തുകൾക്ക് എന്ത് സംഭവിക്കും? ആ വിത്തുകൾക്ക് 2 കാര്യങ്ങൾ സംഭവിക്കാം. ഒന്ന്, പറവകൾ കൊത്തി തിന്നാം. ഇല്ലെങ്കിൽ നടപ്പാതയിൽ നടക്കുന്നവര് ചവിട്ടി നശിപ്പിച്ച് കളയാം. ഒരർത്ഥത്തിൽ ആ വിത്ത് നശിച്ചു പോകും എന്നേ അർത്ഥമുള്ളൂ. വഴിയോരത്ത് വീഴുന്ന വിത്ത് നശിച്ചു പോകും. ശ്രദ്ധയില്ലാതെ, താല്പര്യമില്ലാതെ, ഒരുക്കമില്ലാതെ വചനത്തിൽ കേൾക്കാൻ വരുന്നവർക്കുണ്ടാകുന്ന സംഭവം ഇതാണ്. ഒരു വചനം കേൾക്കും, പക്ഷേങ്കിൽ ആ വചനം നശിച്ചു പോകും. കാരണം അവരിന്ന് ഒരുക്കമുള്ളവരല്ല. 2ാമത് കൂട്ടർ മുള്ളുകളുടെയിൽ വീണ വിത്താണ്. അവരൊരുപാട് കാര്യങ്ങളിൽ വ്യത്യസ്തരാണ്, ആലോചിക്കുന്നവരാണ്. പത്രത്തിൽ വായിച്ച വാർത്തയും, ജീവിതക്ലേശങ്ങൾ, രോഗങ്ങൾ, ബാധ്യതകൾ, കടബാധ്യതകൾ, മക്കളുടെ വിദ്യാഭ്യാസം, ഭവനത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്നുവേണ്ട ഒരുപാട് കാര്യങ്ങൾ അവരുടെ തലയിൽ കൂടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവർ വചനം കേൾക്കുന്നത്.
ഇതെല്ലാം മുള്ളുകളാണ്. മുള്ളുകൾക്കിടയിൽ വിത്ത് വീണാൽ എന്ത് സംഭവിക്കും? ആ മുള്ളുകൾ അതിനെ ഞെരിച്ചു കളയും. കാരണം അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ജീവിത വ്യഗ്രതകൾ, ജീവിത പ്രശ്നങ്ങൾ. അതുകൊണ്ടാണ് പലരും പള്ളിയിൽ വന്നിരുന്നാലും ഇവിടെയെങ്കിലും അവരിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും, ആലോചിച്ചുകൊണ്ടിരിക്കും, നാളെ എന്ത് ചെയ്യും, എങ്ങനെയാ കടം തിരിച്ചു കൊടുക്കുന്നത്, എങ്ങനെയാ റേഷനറി വാങ്ങിക്കുന്നത്, എങ്ങനെയാ കൊച്ചിന് ഫീസ് കൊടുക്കുന്നത്, എങ്ങനെയാ ട്രെയിൻ ടിക്കറ്റ് എടുക്കുന്നത്, എങ്ങനെയാ ഒരു മാസം കഴിച്ചു കൂട്ടുന്നത്, എങ്ങനെ ആശുപത്രിയിൽ പോകുന്നത്. ഇങ്ങനെ ഒരുപാട് വ്യഗ്രതകൾ. ആ വിത്ത് നശിച്ചു പോകും, ദൈവദിനം നശിച്ചു പോകും. മൂന്നാമത്തത് പാറമേൽ വീണ വിത്തുകളാണ്. ചില മനുഷ്യരുണ്ട്, അവരുടെ മനസ്സിന് ഭയങ്കര കട്ടിയാണ്, എന്ത് കേട്ടാലും അലിയത്തില്ല, മനസാന്തരം ഉണ്ടാകത്തില്ല, അനുതാപം ഉണ്ടാകത്തില്ല. അവരവരുടെ പാപങ്ങളിൽ കഴിയും. അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് ശരി, അവർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അവരെല്ലാത്തിനെയും എതിർക്കുന്നവരാണ്. അവരുടെ മാത്രം കാര്യങ്ങൾ എല്ലാത്തിനെയും വിമർശിക്കുന്നവരാണ്. അവർ തെറ്റാണ്, ഇവർ തെറ്റാണ്, എല്ലാം തെറ്റാണ്, പ്രസ്ഥാനം തെറ്റാണ്, സഭ തെറ്റാണ്, പിതാക്കന്മാർ തെറ്റാണ്, വൈദികർ തെറ്റാണ്, സന്യാസികൾ തെറ്റാണ്, അപ്പൻ തെറ്റാണ്, അമ്മ തെറ്റാണ്, എന്തിനാ ഭരണകർത്താക്കൾ തെറ്റാണ്, എല്ലാവരും തെറ്റാണ്, ഞാൻ മാത്രമേ ഉള്ളൂ ശരി. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യാൻ ഒക്കും? കഠിന ഹൃദയരാണ് അവർ. അവർക്കും ദൈവവചനം ഉൾക്കൊള്ളാനായിട്ട് സാധിക്കത്തില്ല. പ്രിയ സഹോദരങ്ങളെയും, ഈ വചനത്തിൽ നിന്ന് നമ്മൾ കാര്യം മനസ്സിലാക്കുന്നു. 4 തിരിച്ച് 100 വചനം ഉണ്ടെന്ന് വിചാരിക്കുക, അത് തുല്യമായിട്ടാണ് വീണമെന്നും വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വടിയോരത്ത് എത്ര വചനം വീഴും? 25%. മുള്ളുകളുടെ എത്ര ശതമാനം വീഴും? 25%. പാറമേൽ എത്ര ശതമാനം വീഴും? 25%. അങ്ങനെ ആകുമ്പോൾ എത്ര? 75% വിത്ത് നശിച്ചു പോവുകയാണ്. ഒരർത്ഥത്തിൽ ഇന്ന് കേരളത്തിലുള്ളത്രയും സുവിശേഷ പ്രഘോഷണം ഇവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ ദേവാലയങ്ങളിലും ഞായറാഴ്ച പ്രസംഗമുണ്ട്. ഇവിടെ മിക്കവാറും എല്ലാ ദേവാലയങ്ങളിലും വെള്ളിയാഴ്ച ആരാധനയും പ്രസംഗങ്ങളുമുണ്ട്, മാസധ്യാനങ്ങളുണ്ട്. എത്ര ധ്യാന കേന്ദ്രങ്ങളുണ്ട്! ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാർ എല്ലാ ആഴ്ചയിലും ധ്യാനം കൂടുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്, കുർബാന സ്വീകരിക്കുന്നുണ്ട്. വചനം പകർത്തി എഴുതിയവരുടെ എണ്ണം വളരെ കൂടുതലാണ്. വചനം കാണാൻ പറയുന്നവർ ഒത്തിരിയും പേരുണ്ട്. വലിയ മാറ്റമാണ് വചനത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. 10,000-10,000-കണക്കിന് മനുഷ്യര് വചനത്തിൽ അങ്ങനെ മുഴുകി ജീവിക്കുന്നവരാണ്. പക്ഷെ ചോദ്യം, നിങ്ങൾ ഈ വചനം വഴിയോരത്ത് വീണതുപോലെയാണോ? മുള്ളുകളിൽ വീണതുപോലെയാണോ? പാറമേൽ വീണതുപോലെയാണോ? വെറും 25% മാത്രമേ ഉള്ളൂ നല്ല സ്ഥലം. എന്താ നല്ല സ്ഥലം? നല്ല ഒരുക്കമുള്ള സ്ഥലം. ദേവാലയത്തിൽ പോകുമ്പോൾ പ്രാർത്ഥിച്ചൊരുങ്ങി, വൈദികൻ ആരുമായിക്കൊള്ളട്ടെ, പ്രസംഗങ്ങളെ ശ്രദ്ധയോടെ കേൾക്കുന്നവര്, ദൈവത്തിന്റെ വചനമാണ്, ദൈവം സംസാരിക്കുന്നത് ബോധ്യത്തോടെ ശ്രദ്ധിക്കുന്നവര്, അതിനെ സാംശീകരിക്കുന്നവര്, അതിനെ ധ്യാനിക്കുന്നവര്, ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ബോധ്യങ്ങൾ ഉണ്ടാക്കി മാറി ജീവിക്കുന്നവര്, അതാണ് നല്ല സ്ഥലത്ത് വീണ വിത്തെന്ന് പറയുന്നത്. വചനം വായിക്കുമ്പോൾ തന്നെ ഈ ഒരു മനസ്സോടി വായിക്കുക. ഞാനൊരു പാപിയാണെന്ന ബോധ്യത്തോടെ വചനം വായിക്കുക. വചനത്തിന് എന്നെ മാറ്റിമറിക്കാൻ കഴിവുണ്ടെന്ന് വിശ്വസിക്കുക, പരിവർത്തനം വരുത്താൻ കഴിവുണ്ടെന്ന് വിശ്വസിക്കുക, ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുണ്ടെന്ന് വിശ്വസിക്കുക, കീറി മുറിക്കാൻ കഴിവുണ്ടെന്ന് വിശ്വസിക്കുക. അങ്ങനെ ദൈവവചനത്തിന് നമ്മളെ തന്നെ മുഴുവനായിട്ട് സമർപ്പിക്കുക. അങ്ങനെ നമ്മൾ ദൈവവചനത്തിന് നമ്മളെ വിട്ടുകൊടുക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. പ്രിയ സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വചനത്തിന്റെ ശക്തിയാല് മാറി മറിഞ്ഞ ഒത്തിരി പേര് നമ്മുടെ ഇടയിലുണ്ട്. അത്ഭുതങ്ങൾ നടന്നിട്ടുള്ള മനുഷ്യര്. വിശുദ്ധനായ അഗസ്തീനോസിനെ കുറിച്ച് കേൾക്കാത്തൊരു വളരെ ചുരുക്കമാണ്. അദ്ദേഹം പാപത്തിന്റെ പടുകുഴിയിൽ ജീവിച്ച മനുഷ്യനാണ്, വചനം വായിച്ചിട്ടില്ലാത്ത മനുഷ്യനാണ്, വചനത്തിന്റെ ആഭിമുഖ്യത്തോട് ഒരു പ്രതിപത്യമില്ലാത്ത മനുഷ്യനാണ്. എന്നാൽ ഒരിക്കൽ ദൈവം അദ്ദേഹത്തോട് സംസാരിച്ചു. ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ അദ്ദേഹം തയ്യാറായി. അദ്ദേഹത്തോട് പറഞ്ഞു, പുസ്തകത്ത് വായിക്കാൻ പറഞ്ഞു. അദ്ദേഹം ഓടി തന്നെ അമ്മയുടെ മുറിയിൽ പോയി ദൈവത്തിന്റെ തിരുവചനം
തുറന്നു വെച്ചിരുന്നെടുത്ത് വായിച്ചു. ഇപ്രകാരം വായിച്ചു: ആകയാൽ രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചകളിലോ വിഷയാശക്തികളിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യതായ കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമുഖങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. ഈ വചനം തനിക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണെന്ന് അഗസ്തീനോസ് വിശ്വസിച്ചു. കാരണം അഗസ്തീനോസ് ഈ വചനം കേൾക്കാൻ ഒരുക്കമുള്ളവനായിരുന്നു. ഒരുക്കത്തോടുകൂടിയാണ് അവൻ അമ്മയുടെ മുറിയിൽ പോയത്. ഒരുക്കത്തോടുകൂടിയാണ് വചനം വായിച്ചത്. ശ്രദ്ധയോടെ അവനത് കേട്ടു. അവന്റെ ചങ്കില് തറച്ചു കയറി. ഇരുമന വാളിനേക്കാൾ മൂർച്ചയുള്ള വചനം അവന്റെ ചങ്കിനെ കീറി മുറിച്ചു. പരിവർത്തനമുണ്ടായി, മാറ്റമുണ്ടായി, വിശുദ്ധീകരണമുണ്ടായി. പാപിയായ അഗസ്തീനോസ് വിശുദ്ധനായ അഗസ്തീനോസായി രൂപാന്തരപ്പെട്ടു. പ്രിയ സഹോദരങ്ങളെ, ഈ വിത്തുകളുടെ ഉപമയിൽ നമ്മളെ പഠിപ്പിച്ചിരുന്ന പാഠം ഇതാണ്. ഏത് പ്രാവശ്യം എപ്പോൾ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി, ഭക്തിയോടുകൂടി, ഒരുക്കത്തോടുകൂടി, കർത്താവേ കരുണയായിരിക്കണം ബോധ്യത്തോടുകൂടി ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ നമുക്ക് സാധിക്കണം. വള്ളിയോ പുള്ളിയോ മാറിപ്പോകാത്ത ഒന്നാണ് ദൈവത്തിന്റെ വചനം. ആകാശവും ഭൂമിയും കടന്നുപോയാലും വചനത്തിൽ നിന്നൊരു പുള്ളി പോലും മാറിപ്പോകത്തില്ല. അത് ഭൂമിയെ നനയ്ക്കുവാൻ കഴിവുള്ള, ആകാശത്ത് വീഴുന്ന മഴ പോലെയാണെന്ന് വിശ്വസിക്കുക. ഇരുമന വാളിനേക്കാൾ മൂർച്ചയുള്ളതാണെന്ന് വിശ്വസിക്കുക. സന്ധിബന്ധങ്ങളെ തകർക്കുവാൻ കഴിവുള്ളതാണെന്ന് വിശ്വസിക്കുക. ജീവിതത്തെ ആകപ്പാടെ മാറ്റിമറിക്കുവാൻ കഴിവുള്ളതാണ് ദൈവത്തിന്റെ വചനം. നാം ഒരുക്കമുള്ളവരാണെങ്കിൽ ഈ വചനം നമ്മിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. വഴിയോരത്ത് വീണ് വിത്ത് പോലെയോ മുള്ളുകളുടെ വിടുത്ത് പോലെയോ പാറമേൽ വീണ് വിത്ത് പോലെയോ നാം കേൾക്കുന്ന വചനങ്ങളൊന്നും നശിച്ചു പോകാതെ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രസക്തി മനസ്സിലാക്കി അത്രമാത്രം ഒരുക്കത്തോടെ നമുക്ക് നിൽക്കാം. വിശുദ്ധർമാനെ അർപ്പിക്കുമ്പോൾ ഒരു തുള്ളി രക്തമോ ഒരു കൊച്ചു പീസ് അപ്പമോ താഴെ വീണാൽ എന്തോരു വലിയ ആദിയാണ് നമുക്ക്. ഇത്ര ഭക്തിയോടെ നമ്മൾ എടുക്കുന്നത്, എത്രമാത്രം ശ്രദ്ധയോടെ നമ്മൾ തിരിച്ചത് എടുത്ത് വെക്കും, അവിടെ കഴുകി വൃത്തിയാക്കും. വചനം പാഴായിപ്പോയാൽ നമുക്കൊരു പ്രയാസവുമില്ല. വചനം നഷ്ടപ്പെടാതെ, വചനം ഹൃദയങ്ങൾ സംഗ്രഹിച്ച്, ബുദ്ധിയിലല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് അത് ജീവിത യാഥാർത്ഥ്യമാക്കുവാനുള്ള കൃപ നമുക്ക് തരട്ടെ. വചനം മാംസമായതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വചനം മാംസമാകട്ടെ. ജെറുസലേം മുഴുവൻ ഓടി നടന്ന വചനം നമ്മുടെ ഹൃദയത്തിലും ജീവിതത്തിലും ഓടി നടക്കട്ടെ. പുതിയ മനുഷ്യരായി തീരുവാൻ നമ്മളെ ഈ വചനം സഹായിക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും തന്ന് സർവശക്തനായ ദൈവവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും അമ്മയായ പരിശുദ്ധ ദൈവമാതാവും നമ്മളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.